ഇംഗ്ലീഷിലെ ഫുൾ മാർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു A+ വരെ നമുക്ക് ഒപ്പിച്ചെടുക്കാം. പക്ഷെ ഈ ഫുൾ മാർക്കിന്റെ 1, 2, 3, 4 മാർക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോകും. ഇങ്ങനെ മാർക്ക് കളയുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. 5 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ 5 മാർക്കിന് വരെ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ട് പഠിച്ചു കളയാം എന്നുള്ളത് തീരുമാനിച്ചാലേ ഒരു 5000-ലധികം ഫ്രേസൽ വെർബുകൾ നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുണ്ട്. അത് അത്രയും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കോ? നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ കുറച്ച് പൊടിക്കൈകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട് കോമൺ ആയിട്ട് എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസൽ വെർബുകൾ നമ്മൾ പഠിച്ചു വെക്കും. അതൊരു 10-30 ഉണ്ട്. അതിൽ തന്നെ ഒരു 80% കവറായി പോയി. ഇനി അതിൻ്റെയും അപ്പുറത്തുനിന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിലേ, അത് പുറത്തുനിന്നല്ല ചോദിക്കുന്നത്, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള 1-ാമത്തെയും 2-ാമത്തെയും ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഫ്രേസൽ വെർബുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ നമ്മൾ പഠിച്ചാൽ ബാക്കി ഒരു 18%. ബാക്കി ഒരു 2% അതിൻ്റെ മുകളിലേക്ക് നമ്മളോട് ചോദിക്കുകയുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെങ്ങോട്ട് റൂൾ ഔട്ട് ചെയ്ത് കളയാം. എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാം? 6 ഫ്രേസൽ വെർബ് നമുക്ക് എക്സാമിന് ഓപ്ഷൻ ആയിട്ട് തന്നു നിങ്ങൾ വിചാരിക്കുക. 5 നമുക്ക് അറിയുള്ളൂ. മതി, 5 അറിഞ്ഞാൽ മതി. ബാക്കി ഒന്നിനെ നിങ്ങൾ വെറുതെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് എന്ത് തേങ്ങയാണ് ഈ ഫ്രേസൽ വെർബ് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഫ്രേസൽ വെർബ് സാധാരണ 2 വാക്കുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതാവും ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗിവ് അപ്പ് എന്നുള്ളത് ഒരു ഫ്രേസൽ വെർബാണ്. ഇതില് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു വെർബും കാണാം, ഇവിടെ ഒരു പ്രപ്പോസിഷനും കാണാം. പക്ഷെ ഈ 2 വാക്കുകൾ കൂടി ചേരുമ്പോൾ പുതിയ ഒരു അർത്ഥമാണ് ഉണ്ടാവും. ഗിവ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കുക എന്നുള്ളതാണ്. അപ്പ് എന്ന് വെച്ചാൽ മുകളിലാണ്. പക്ഷെ ഗിവ് അപ്പ് എന്ന് വെച്ചാൽ മുകളിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥമല്ല, നമ്മൾ വിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഗിവ് അപ്പിന്റെ അർത്ഥം. അതായത് ഈ 2 വാക്കുകൾ കൂടി ചേരുമ്പോൾ പുതിയൊരു അർത്ഥമാണ് ഉണ്ടാകുന്നത്. ഇത്ര മാത്രം നിങ്ങൾ ഫ്രേസൽ വെർബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബുകൾ പഠിച്ചു പോകാം. അതൊരു 10-30 ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. 1-2 പ്രാവശ്യം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഓർമ്മയിൽ നിൽക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാലേ ഒരാളെ സഹിക്കുന്നതിനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരാളെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് പറയാം, ഇയാളെ എനിക്ക് ഇനി പുട്ടപ്പ് വിത്ത് ചെയ്യാൻ പറ്റൂലട്ടോ എന്ന് നമുക്ക് പറയാം. ഒരാളെ സഹിക്കുന്നതിനാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയാം. സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു കാര്യം സെറ്റപ്പ് ചെയ്തെടുക്കുക, സ്ഥാപിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാന്ന് പറയാം. ടേക്കൻ എ ബാക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം കണ്ടിട്ട് ഞെട്ടുന്നതിനാണ്. അതിന്റെ പ്രൈസ് കണ്ട് ഞാൻ ടേക്കൻ എ ബാക്ക് ആയി എന്ന് നമുക്ക് പറയാം. മേക്കപ്പ് എന്ന് വെച്ചാൽ സൃഷ്ടിച്ചെടുക്കുന്നതിനെ നമുക്ക് പറയാം. ഇനി ഒരാൾ മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. അതായത് ഒരാളുടെ മനസ്സിനെ ഒരാൾ തന്നെ കൺവിൻസ് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ എൻ്റെ മനസ്സ് റെഡിയാക്കി എടുത്തു എന്നുള്ളതാണ് മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. സമാധാനിപ്പിക്കുന്നതിനെ നമ്മൾ മേക്കപ്പ് ചെയ്യാന്ന് പറയും. പിന്നെ ഗിവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു കാര്യം വിട്ടുകൊടുക്കുന്നതിനാണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാന്ന് പറയാം. കോൾ ഓഫ് ചെയ്യുന്ന വെച്ചാൽ ഒരു കാര്യം റദ്ദാക്കുന്നതിന്, ഒരു കാര്യം നിർത്തിവെക്കുന്നതിനാണ്. ദേ കോൾഡ് ഓഫ് ദ മാച്ച്, അവർ ആ മാച്ച് നിർത്തിവെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും പ്രായമായിട്ടുള്ള എൻ്റെ അമ്മൂമ്മേനെ ഞാൻ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് പറയാം. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഞാൻ അവരെ നോക്കി പരിപാലിക്കുന്നതിനാണ്. ഷീ ലുക്സ് ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ. ലുക്ക് ഫോർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുന്നതിനാണ്. ഐ എം ലുക്കിംഗ് ഫോർ അൻ അപ്പാർട്ട്മെന്റ്. ഒരു അപ്പാർട്ട്മെന്റ് തെരഞ്ഞു പോവുകയാണ്, അന്വേഷിച്ച് പോവുകയാണ് ഞാൻ. ടേൺ ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുന്നതിനാണ്. ഒരാൾക്ക് ഒരു ജോലി കിട്ടി, അയാളത് നിരസിച്ചു. ഹി ടേൺ ഡൗൺ ദ ജോബ് ഓഫർ. അയാൾക്കൊരു ജോബ് ഓഫർ വന്നിട്ട് അയാളത് നിരസിച്ചു. കം അക്രോസ് എന്ന് വെച്ചാലില്ലേ കാണാനിടയാവുക എന്നാണ് അതിന്റെ അർത്ഥം. കാണാനിടയാവുക. ഐ കെയിം അക്രോസ് ആൻ ഓൾഡ് ഡയറി. ഞാനൊരു ഡയറി കാണാനിടയായി എന്ന് നമുക്ക് പറയാം. ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് വെച്ചാലേ ഒന്നെങ്കിൽ നമുക്ക് പറയാം കാറൊക്കെ കേട് വന്നു, തകർന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കഷ്ണങ്ങളാക്കുന്നതിനും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നും നമുക്ക് പറയാം. ബ്രിങ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ആശയം ഉന്നയിക്കുന്നതിനും നമുക്ക് ബ്രിങ് അപ്പ് എന്നും പറയാം. അല്ലെങ്കിൽ ബ്രോട്ടപ്പ് എന്ന് വെച്ചാലേ ഒരാളെ വളർത്തിയെടുക്കുന്നതിനാണ് ബ്രോട്ടപ്പ് എന്ന് വെച്ചാൽ. ഐ ബ്രോട്ടപ്പ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാലിക്കറ്റിലാണ് ഞാൻ വളർന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഗെറ്റ് അലോങ് എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ട് നമ്മളൊന്ന് കമ്പനി ആവുന്നതിനാണ് നമ്മൾ ഗെറ്റ് അലോങ് എന്ന് പറയാം. ഐ ഗെറ്റ് അലോങ് വെൽ വിത്ത് മൈ കസിൻ. എൻ്റെ ഒരു കസിൻ ഫ്രണ്ടുമായിട്ട്, കസിനുമായിട്ട് ഞാൻ അത്യാവശ്യം ഗെറ്റ് അലോങ്ഡ് ആണ്, അല്ലെങ്കിൽ അവനായിട്ട് അത്യാവശ്യം നല്ല ജെല്ലപ്പാണ്, നല്ല കമ്പനിയിലാണ് എന്ന് നമുക്ക് പറയാം. ബാക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? ഇവനാണ് എൻ്റെ ബാക്കപ്പ് എന്ന് നമ്മൾ പറയില്ലേ അല്ലെ, അല്ലെങ്കിൽ ഇവളാണ് എൻ്റെ ബാക്കപ്പ് നമ്മൾ പറയില്ലേ. ഒരാളെ പിന്തുണയ്ക്കുന്നതിനാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യാന്ന് പറയാം. ഫൈൻഡ് ഔട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ടുപിടിക്കുന്നതിനാണ്. ടേക്ക് ഓഫ്, നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ പറയാ.
ടേൺ ഓൺ എന്ന് വെച്ചാൽ ഓൺ ആക്കുക, ടേൺ ഓഫ് എന്ന് വെച്ചാൽ ഓഫ് ആക്കുക. ബ്രിങ് ഔട്ട് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും പറയാം, എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും പറയാം, പ്രസിദ്ധീകരിക്കുന്നതിനും നമുക്ക് ബ്രിങ് ഔട്ട് എന്ന് നമുക്ക് പറയാം. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ വൈകിപ്പിക്കുന്നതിനാണ്. ദ മീറ്റിംഗ് വാസ് പുട്ട് ഓഫ്, ആ മീറ്റിംഗ് വൈകിപ്പോയി. കം അപ്പ് വിത്ത് എന്ന് വെച്ചാൽ ഒരു കാര്യമായിട്ട് വരിക, ഒരു ആശയവുമായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ആശയം ഉദ്ദേശിക്കുന്നതിനാണ് നമ്മൾ കം അപ്പ് വിത്ത് എന്ന് പറയാം. ഷീ കെയിം അപ്പ് വിത്ത് എ ബ്രില്യൻ പ്ലാൻ. അവൾ വന്നത്, അല്ലെങ്കിൽ അവൾ ഉദ്ദേശിച്ചത് ഒരു വലിയ ഒരു കിടിലൻ പ്ലാനുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. ഗെറ്റ് ഓവർ എന്ന് വെച്ചാൽ എന്താ? മോചനം നേടുക, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നതിനാണ് നമ്മൾ ഗെറ്റ് ഓവർ ചെയ്യാന്ന് പറയാം. ഹി ഗോട്ട് ഓവർ ഹിസ് ഇൽനെസ്. അവന്റെ അസുഖത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ക്യാരി ഓൺ, ക്യാരി ഓൺ, ക്യാരി ഓൺ, ക്യാരി ഓൺ, ക്യാരി ഓൺ. ഞാൻ പ്രത്യേകിച്ച് പറയണോ? ക്യാരി ഓൺ, ക്യാരി ഓൺ നമ്മൾ പറയുന്നതാണ്. റൺ ഔട്ട് ഓഫ് എന്ന് വെച്ചാലല്ലേ തീർന്നു പോകുന്നതിനാണ് നമ്മൾ റൺ ഔട്ട് ഓഫ് എന്ന് വെച്ചാൽ. ഇപ്പൊ പെട്രോൾ കഴിഞ്ഞു, ഐ റൺ ഔട്ട് ഓഫ് പെട്രോൾ, ഐ റൺ ഔട്ട് ഓഫ് ഗ്യാസ് എന്നൊക്കെ നമുക്ക് പറയാം. ഗിവ് ഇൻ എന്ന് വെച്ചാൽ കീഴടങ്ങുന്നതിനാണ്. ഹി ഗേവ് ഇൻ ടു ദ പ്രഷർ. അവൻ പ്രഷറിന്റെ മുന്നിൽ കീഴടങ്ങി, ഫ്ലാറ്റായി. പിന്നെ ഗോ ത്രൂ എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നതിനാണ്. ഹി ഗോസ് ത്രൂ എ ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഹി വെൻ ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ എന്ന് വെച്ചാൽ എന്താ? ഗോ ത്രൂന്റെ V2 ആണ് വെൻ ത്രൂ എന്ന് പറയുന്നത്. അവൻ ഒരുപാട് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ലുക്ക് ഇൻ ടു എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കുന്നതിനാണ്. പോലീസ് ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നത്തിലേക്ക് അവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത്. പുട്ട് ഓൺ എന്ന് വെച്ചാൽ ധരിക്കുക, ഡ്രസ്സൊക്കെ ഇടുന്നതിനാണ്, അല്ലെങ്കിൽ ഷൂ ഇടുന്നതിനാണ്. ഹി പുട്ട് ഓൺ ഹിസ് ഷൂസ് എന്ന് നമുക്ക് പറയാം. ബ്രേക്കപ്പ് ആവെന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം. ബ്രേക്കപ്പ് ആവെന്ന് വെച്ചാൽ വേർപിരിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ടേക്കപ്പ് എന്ന് വെച്ചാൽ ആരംഭിക്കുക, എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിനാണ് നമ്മൾ ടേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ. ഷീ ടേക്കപ്പ് പെയിന്റിങ്. അവൾ പുതിയതായിട്ട് അവൾ തുടങ്ങിയത്. ഇനി ഇതും പോരാഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ചിട്ടുള്ള അപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബുകൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ യാരാലെയും നമ്മൾ അഴിക്ക മുടിയാതെ, നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ വേണ്ടി പറ്റൂല. ബ്രിങ് അപ്പ് എന്ന് വെച്ചാലില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ബ്രിങ് അപ്പിന്റെ V2 എന്ന് പറയുന്നത് ബ്രോട്ടപ്പ് ആണ്. ഒരാളെ വളർത്തിയെടുക്കുക, ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നതിനൊക്കെ നമുക്ക് ബ്രോട്ടപ്പ് അല്ലെങ്കിൽ ബ്രിങ് അപ്പ് എന്ന് പറയാം. ഇനി സ്പീക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ ടു എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അല്ല, അത് മുഖത്ത് നോക്കി പറയാനുള്ള ഇത് വേണം. സ്പീക്കപ്പ് ചെയ്യാനുള്ള ധൈര്യം വേണോ? സ്പീക്കപ്പ് ചെയ്യാനുള്ള ധൈര്യം എന്ന് നമുക്ക് പറയാം. ഗിവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു, വിട്ടുകൊടുക്കുന്നതിനാണ്. എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഗിവ് അപ്പ് ചെയ്തു, എന്നെ വിടൂ, മാഫി മുഷ്കിൽ, എന്നെ വിട്ടേക്കൂ എന്ന് പറയാനാണ് നമുക്ക് ഗിവ് അപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കോളപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒരാളെ ഫോണിൽ വിളിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ടു സമ്മൺ ഓർ കോൺടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ എടുത്തിട്ട് ഒരാളെ കോൾ ചെയ്യുന്നതിനാണ് കോളപ്പ് എന്ന് പറയുന്നത്. ടേൺ അപ്പ് എന്ന് വെച്ചാൽ എന്താ? അപ്പിയർ ആവുക, പ്രത്യക്ഷപ്പെടുക എന്നുള്ളതിനെയാണ് നമ്മൾ ടേൺ അപ്പ് ചെയ്യാന്ന് പറയാം. ലുക്കപ്പ് എന്ന് വെച്ചാലോ? ലുക്കപ്പ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്യുന്നതിനെയോ ഫൈൻഡ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ലുക്കപ്പ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇനിയും അതിന്റെ മോൾക്ക് അവർ ചോദിക്കാൻ വന്നു കഴിഞ്ഞാലില്ലേ, ഓരോ ചാപ്റ്ററിലുള്ളതും ഞാൻ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതുകൊണ്ട് സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. ഇതിന്റെ നോട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഉണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഉണ്ട്. നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതിന്റെ നോട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. ഇതിലെല്ലാം ഉണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ചോദിക്കാൻ വേണ്ടി പറ്റൂല. നമുക്ക് 2 ക്വസ്റ്റ്യനും ചെയ്യാം. ഒന്ന്, ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Fill in the blanks with appropriate phrasal verb choosing from those given in the box. Turn up, give up, get up, make up, set up. 5 എണ്ണം തന്നിട്ടുണ്ട്. എല്ലാം അപ്പ് വെച്ചിട്ടുള്ളതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. യാരപ്പാത്ത്. ഓക്കെ. A large number of curious onlookers dash at Pelayo's house to catch a glimpse of the mysterious old man with enormous wings. ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാ. അതായത് ഒരുപാട് ക്യൂരിയസ് ഓൺലുക്കേഴ്സ് എന്ന് വെച്ചാൽ കാഴ്ചക്കാരില്ലേ, അവരെന്ത് ചെയ്തു? ടേൺ അപ്പ് ചെയ്തു. ടേൺ അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു, അപ്പിയർ ആവുക എന്നുള്ളതാണ് ടേൺ അപ്പിന്റെ അർത്ഥം. ടേൺ അപ്പ് അറ്റ് പെലായോസ് ഹൗസ് ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ദ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ദേ ഡാഷ് സ്റ്റോറീസ്. മേക്കപ്പിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? സൃഷ്ടിച്ചെടുക്കുന്നതിനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുക. അവർ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി, കഥകൾ മെനയാൻ തുടങ്ങി. മേക്കപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം ബൈ ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് പീസസ് ഓഫ് ഫുഡ് അറ്റ് ഹിം. ദേ ഡിഡ് എവറിത്തിങ് ദേ കുഡ് ടു മേക്ക് ദ മാൻ ഡാഷ്. ഗിവ് അപ്പ് ആണോ? ഗിവ് അപ്പ് എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കുകയാണ്. ഗെറ്റ് അപ്പ് എന്ന് നമുക്ക് പറയാലോ. ആ മനുഷ്യനെ അവിടെ നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു. കല്ലെടുത്തെറിഞ്ഞ് വെറുപ്പിച്ച് എല്ലാം ചെയ്തു. ആസ് ദി ഓൾഡ് മാൻ ഷോഡ് നോ ഇൻട്രസ്റ്റ് ദേ ഡാഷ് ദി ഐഡിയ. ആ ഐഡിയ അവര് വിട്ടു. ഞാൻ വിട്ടു, എന്നെ കൊണ്ട് വയ്യ. അതിനെന്താ പറയാ? ഗിവ് അപ്പ്. അവര് ആ ഐഡിയ ഗിവ് അപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സെറ്റപ്പ് നമുക്ക് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഒരു പ്രശ്നമില്ല. ബാക്കി 4 എണ്ണം അറിഞ്ഞാൽ മതി.
ഇതുപോലൊരു ക്വസ്റ്റ്യൻ SCERT ഇപ്രാവശ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓണം എക്സാമിന്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. Bablu dash to give Gauri a gift, keeping in mind her health and hygiene. He dashed to a nearby store and asked for a pack of napkins. Bablu was dashed by the exorbitant price on the packet. Back home, he handed over the gift to Gauri, but she could not dash his idea of spending money on expensive pads. However, Bablu was determined to dash a new project. പുട്ടപ്പ് വിത്ത് വെച്ചാൽ നമുക്ക് അറിയാം, സഹിക്കുന്നതിനാണ് നമ്മൾ പറയാ. സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സെറ്റപ്പ് ആക്കി സ്ഥാപിച്ചെടുക്കുക. കം അക്രോസ് എന്ന് വെച്ചാൽ എന്താ, കാണാൻ ഇടയായി എന്നാണ് അതിന്റെ അർത്ഥം. മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് വെച്ചാൽ എന്താ, ഒരാളെ തന്നെ സ്വയമേ കൺവിൻസ് ചെയ്യുന്നതിനാണ്, ഒരാളെ സ്വയമേ ബോധ്യപ്പെടുത്തുന്നതിനാണ് നമ്മൾ മേക്കപ്പ് വൺസ് മൈൻഡ് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിനൊക്കെയാണ് പറയാ. ടേക്കൻ എ ബാക്ക് എന്ന് വെച്ചാൽ കണ്ണ് തള്ളി പോകുന്നതിനാണ് നമ്മൾ ടേക്കൻ എ ബാക്ക് എന്ന് പറയാ. സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ പുറപ്പെട്ടു. സോ ഇവിടെ എന്തായിരിക്കും, ബബ്ലു മേക്കപ്പ് ഹിസ് മൈൻഡ് എന്ന് നമുക്ക് പറഞ്ഞൂടെ. മേക്കപ്പ് ഹിസ് മൈൻഡ്, അതായത് അവൻ ഒരു കാര്യം തീരുമാനം എടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്, ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. കീപ്പിംഗ് ഇൻ മൈൻഡ് ഹെർ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹി ഡാഷ് ടു എ നിയർ ബൈ സ്റ്റോർ. പുറപ്പെട്ടു എന്നുള്ളത് പറയാൻ നമുക്ക് സെറ്റ് ഔട്ട് യൂസ് ചെയ്യാം. സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ പുറപ്പെട്ടു എന്നാണ്. ടു എ നിയർ ബൈ സ്റ്റോർ ആൻഡ് ആസ്ക്ഡ് ഫോർ എ പാക്ക് ഓഫ് നാപ്കിൻസ്. ബബ്ലു വാസ് ടേക്കൻ എ ബാക്ക്, ഞെട്ടിപ്പോയി ആ പ്രൈസ് കണ്ടിട്ട്, പാക്കറ്റിലുള്ള പ്രൈസ് കണ്ടിട്ട് അവന്റെ കണ്ണ് തള്ളിപ്പോയി. ടേക്കൻ എ ബാക്ക്. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അത് കണ്ടിട്ട് ഞെട്ടി ബാക്കിലേക്ക് പോയി എന്നുള്ള ആലോചിച്ചാൽ മതി. ടേക്കൻ എ ബാക്ക് അല്ലേ. പിന്നെ ഷീ കുഡ് നോട്ട് ഡാഷ് ഹിസ് ഐഡിയ, സഹിക്കാൻ പറ്റിയില്ല. പുട്ടപ്പ് വിത്ത് അല്ലേ, ആ ഇത് കണ്ടിട്ട് അവൻ അത്രയും പ്രൈസ് ചെലവാക്കിയത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. സോ ഷീ കുഡ് നോട്ട് പുട്ടപ്പ് വിത്ത് ഹിസ് ഐഡിയ ഓഫ് സ്പെൻഡിങ് മണി ഓൺ എക്സ്പെൻസീവ് പാഡ് വാങ്ങിക്കൊണ്ടുവന്ന ആ ഐഡിയ അവന് സഹിക്കാൻ പറ്റിയില്ല, അവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഹൗഎവർ ബബ്ലു വാസ് ഡിറ്റർമൈൻഡ് ടു ഡാഷ് എ ന്യൂ പ്രോജക്ട്. ഒരു പുതിയ പ്രൊജക്ട് സ്ഥാപിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം, സെറ്റപ്പ് എന്ന് പറയാം. ഇങ്ങനെ വേണം നമുക്കത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗെറ്റ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമ്മളോട് നോക്കി പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗെറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്ററിലെയും എല്ലാ ഫ്രേസൽ വേർബുകളും, എല്ലാം എന്ന് പറയുമ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫ്രേസൽ വേർബുകളും ഞാൻ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. സോ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് 5 മാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ നിങ്ങൾ ആവശ്യക്കാരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് തരിക, പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളയുക. കാരണം ഇനിയും ഒരുപാട് ഗ്രാമർ ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. I'll see you on the next video. Bye bye.